എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഹലോ ഹലോ, എവിടെയാണുള്ളത്? ഞാൻ റൂമില്. ആ, ഓക്കെ ഓക്കെ. എന്താടാ നീ എവിടെയുള്ളത്? ഡാ, ഞാൻ ഒന്ന് നടക്കാൻ ഇറങ്ങിയാടാ. ഈ മന്നത്തോ നടക്കാനോ? നീ കാര്യം പറഞ്ഞേ. എടാ, അതില്ലേ നമ്മുടെ ആര്യ മെസ്സേജ് അയച്ചായിരുന്നു. ആഹാ, അവളെന്താ പറഞ്ഞേ? അവള് പറഞ്ഞ തന്നെ ഇപ്പം അവളുടെ കാര്യത്തിൽ വല്ല ഹോപ്പുണ്ടോ? ഓ, എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എടാ, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡാടാ. അവൾ ഇഷ്ടമാണോന്ന് ചോദിച്ചാ ആണ്, പക്ഷേ ഒരു കാഷ്വൽ ഫീലേ ഉള്ളൂ. ആ വൈബ് അങ്ങോട്ട് സെറ്റാവുന്നില്ല. നീ എന്തായാലും നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക. ഉം. ഞാൻ എന്തായാലും നിന്നെ ഫോഴ്സ് ചെയ്യൊന്നുമില്ല. പിന്നെ അവള് പറഞ്ഞതൊന്നും നീ നോക്കണ്ട. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ പോയാൽ മതി. ഓക്കെ? ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും. നല്ലോണം ആലോചിക്കും. നീ എന്തായാലും ഇപ്പൊ റൂമിലേക്ക് വാ. ഞാൻ ഇറങ്ങാം. ആ, പെട്ടെന്ന്. ബൈ. ഓക്കെ. കറക്റ്റ് ടൈമിൽ ഫോൺ ഓഫായി. എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ബ്ലീഡിങ് ഉണ്ടല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഞാനേ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്. വള്ളിയായില്ലേ? പിന്നെ ഞാൻ ആക്ച്വലി അടുത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണ്ടായിരുന്നേ. പക്ഷേ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഓഫീസ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ ഇത് ഇവിടെ ഇറങ്ങിപ്പോയി. ലാസ്റ്റ് മെട്രോ ആണല്ലോ. ആ, എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റോപ്പിൽ. അപ്പം എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഇല്ലെങ്കിൽ അവൻ വിളിച്ചാൽ വരുമായിരുന്നു. ഞാനും അങ്ങോട്ടാ. താനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ആ, അല്ലെങ്കിൽ ഊബർ വിളിക്കണോ? വേണ്ട, നടക്കാം. അവനെന്തെങ്കിലും വരാൻ 1 മണിക്കൂർ ലേറ്റ് ആവും. എന്നാ വാ. അയ്യോ അയ്യോ, ഈ വീഴ്ച സ്ഥിരാണല്ലേ. ഇവിടെ എവിടെയാ വർക്ക് ചെയ്തിരുന്നത്? ഞാനിവിടെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ കോണ്ടന്റ് റൈറ്റർ ആയിരുന്നു. ഓ, നീയോ? ഇപ്പോൾ ഞാൻ UX ഡിസൈനറാ, ഫ്രീലാൻസ് ആയിട്ടെ. ഓ, പിന്നെ കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ഉണ്ട്. എഴുതോ? കുറച്ചൊക്കെ. ആഹാ, കൊള്ളാം. അതെ, കൊള്ളാം. ചായ കുടിക്കോ താൻ? ചായ കുടിച്ചാലോ? കുടിക്കാം. വാ.
അതാണ് സത്യം. അപ്പോൾ അതാണ് ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ അല്ലേ? ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയപ്പോൾ അതാ. എൻ്റെ അഭിപ്രായത്തിൽ നീ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാത്തതാണ് നല്ലത്. കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും സീനാവുകയാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാവേ ഉള്ളൂ. ആണല്ലേ? പിന്നെ ഞാൻ അത് പറഞ്ഞെന്ന് അവളുടെ അടുത്ത് പറയണ്ട, വെറുതെ എന്തിനാ ചുമ്മാ. ആലോചിക്കാം. എനിവേ താങ്ക്സ്. എന്തിന്? ഉപദേശത്തിനോ? അതിനു മാത്രമല്ല, എന്നാൽ അതിനും കൂടിയാണ്. ഞാൻ തന്നോട് സംസാരിച്ചപ്പോൾ ഒരുപാട് റിലാക്സ്ഡ് ആയ പോലെ. നല്ല വൈബുണ്ട് തൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഓക്കെ. ജനേ, ഡേ വാ, അവിടെ എല്ലാരും വെയിറ്റിംഗ് ആണ്. ബൈ. നിന്റെ ഫോണും തരുമോ? ടെക്സ്റ്റ് ചെയ്താൽ മതി. ലെറ്റ്സ് ബി ഇൻ ടച്ച്. പോട്ടെ. ഒന്ന് വേഗം വന്നേ. ബൈ. ബൈ. അതാ വരണു. ഹലോ, ജോയാണ്. ഇനി എവിടെയെങ്കിലും വീഴുമ്പോൾ ബാൻഡേജ് ഇട്ട് വരാം. ഈ നമ്പർ സേവ് ചെയ്തോ. ജെനി, നിന്നോട് ഞാൻ അന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. അറിയാം നമ്മൾ തമ്മിൽ ഒരു രാത്രിയിലത്തെ പരിചയമേ ഉള്ളൂ. ബട്ട് ഐ മീൻ ലവ് വിത്ത് യു. ഇത് പറയാൻ തന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു.
പറ്റിയില്ല. തനി മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യ്. ഒരുപക്ഷെ ഇത് ഞാൻ തനിക്ക് അയക്കുന്ന അവസാനത്തെ മെസ്സേജ് ആയിരിക്കും. ഞാൻ ഇന്ന് രാത്രി നമ്മളെ ലാസ്റ്റ് മീറ്റ് ചെയ്തെടുത്ത് കാത്തിരിക്കും. ഇതൊക്കെ എപ്പോ നടക്കുന്നതാ? ഓ നിന്നോട് ആര്യയുടെ കാര്യം പറഞ്ഞ് വിളിച്ചില്ലേ അന്ന്? ആ ബെസ്റ്റ്. അപ്പൊ അവളിപ്പോ റിപ്ലൈ തരുന്നില്ല. നീ വിളിച്ചു നോക്കിയായിരുന്നോ? ആ വിളിച്ചു, കണക്റ്റ് ആവുന്നില്ല. എന്നാ പിന്നെ അവള് നിന്നെ പറ്റിച്ചാളാ. ഒന്നും പേടിക്കാനില്ല. ഏയ് അല്ലാണ്ട് പിന്നെ നിനക്ക് അവളെ നേരത്തെ അറിയോ? എന്നാലും നീ ഒന്നും ആലോചിക്കണ്ട. നീ ആര്യയുടെ കാര്യം ആദ്യം സെറ്റാക്കാൻ നോക്ക്. അവള് വിളിച്ചായിരുന്നോ പിന്നെ? അത് ഞാൻ പിന്നെ അവൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലടാ. നീ അതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, നീ കറങ്ങി നടക്കാണ്ട് റൂമിലേക്ക് വാ. ബൈ. ആ ബൈ. മച്ചാനെ മനസ്സിലായോ? ജിനിയുടെ ആ അവളവിടെ ഉണ്ട്. ദേ മച്ചാനെ അയച്ച മെസ്സേജൊക്കെ എനിക്കാ വന്നത്. ഇതവളുടെ സ്ഥിരം പരിപാടിയാ. അതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. മച്ചാൻ ലാസ്റ്റ് അയച്ച മെസ്സേജ് കുറച്ച് പേഴ്സണലാന്ന് മനസ്സിലായി. സോറി, എനിക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. എന്തായാലും അതിനുള്ള മറുപടി അവൾ തരും. ബ്രോ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഹായ്. എടോ, എന്നാലും വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. നമുക്ക് അടുത്ത മെട്രോ സ്റ്റേഷൻ വരെ നടന്നാലോ? നടക്കാം. നിനക്ക് റിപ്ലൈ അറിയണ്ടേ? പിന്നെന്താ? എടാ നീ വിട്ടോ, ഞാൻ വരാം. ആ ഓക്കെ.